ഓരോ വകുപ്പും അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ പറഞ്ഞിരുന്നു. അതിനുശേഷം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അദാലത്ത് നടത്തുകയുണ്ടായി. ഞങ്ങളുടെ അദാലത്ത് നടത്തിയപ്പോഴും പൊതുവായി മാറ്റം വരുത്തേണ്ട പ്രശ്നങ്ങൾ ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ മുൻപിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലയിൽ കുറേയേറെ ചട്ടങ്ങൾക്കകത്ത് മാറ്റം വരുത്തേണ്ടതുണ്ട് എന്ന് കാണുകയുണ്ടായി. ആ ചട്ടങ്ങൾ മാറ്റം വരുത്തുമെന്നുള്ള ഇന്നത്തെ പ്രഖ്യാപനം വളരെ സ്വാഗതാർഹമാണ്. പ്രത്യേകിച്ചും നമ്മുടെ സമ്മിറ്റ് നടക്കുമ്പോൾ തൊട്ട് മുൻപ് തന്നെ അത്തരത്തിലുള്ള പ്രഖ്യാപനം നടത്താൻ കഴിഞ്ഞതിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിനോട് വ്യവസായ വകുപ്പിന് കേരളത്തിനും വളരെയധികം നന്ദി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അത് ഏതെങ്കിലും ഒന്നായിട്ട് നമ്മൾ കാണേണ്ടതില്ല, പൊതുവെ വരുന്ന ഒരു സമീപനമാണ്. ആ ജനറലായിട്ടുള്ള കാഴ്ചപ്പാടിനനുസരിച്ചും ഇന്നാണ് ഏത് സ്ഥാപനവും നടത്തേണ്ടത്. ഒരു സ്ഥാപനത്തിന് വേണ്ടി മാത്രമല്ല ഗവൺമെൻറ് നടപടി സ്വീകരിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ പൊതുവായ സമീപനം ഏതെങ്കിലും പ്രശ്നം മുൻപിൽ വന്നാൽ, ഇപ്പോൾ ഞങ്ങൾ ഈ മീറ്റ് ദ മിനിസ്റ്റർ നടത്തുമ്പോഴും ആ പ്രശ്നത്തിന് അപ്പം പരിഹാരം ഉണ്ടാക്കലല്ല, ഒരു സ്പെഷ്യൽ ഓർഡർ കൊടുക്കലല്ല ചെയ്യുന്നത്. ആ പ്രശ്നം പൊതുവെ അങ്ങനെ പരിഹരിക്കാം, അതിനാവശ്യമായ മാറ്റം വരുത്തി അത് ചിലപ്പോൾ ഞങ്ങളെ കാണാൻ പോലും പറ്റാത്ത എല്ലാവർക്കും കൂടി സഹായകരമാകുന്ന രൂപത്തിലുള്ള പൊതു തീരുമാനങ്ങളാണ് സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, അത് പിന്നെ അവരുടെ ഒരു ഉത്തരവാദിത്വം അതാണല്ലോ, അതവർ നിർവഹിക്കാമെന്നല്ലാതെ. പക്ഷേ ഞാൻ എപ്പോഴും നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്, നിങ്ങളിത് കേൾക്കുമ്പോൾ ഞാൻ പറയുമ്പോൾ അതേപോലെ കൊടുക്കുകയും അവർ പറയും കൊടുക്കുകയൊക്കെ ചെയ്യണം. ഒപ്പം തന്നെ ഒരു ഗവേഷണ വിഭാഗം വേണം. ഇതിലേക്ക് എങ്ങനെയാണ് തീരുമാനത്തിലേക്ക് എത്തിയത്, ആ തീരുമാനത്തിൽ എത്തുന്നതിന് ഇതിന് മുൻപ് എന്തെല്ലാം യോഗങ്ങൾ നടന്നു, ഏതെല്ലാം കാര്യങ്ങൾ തീരുമാനം വന്നിട്ടുണ്ട്, ഇപ്പോൾ വന്ന തീരുമാനം ഏതാണ്, അതെങ്ങനെയൊക്കെ നമ്മുടെ നാടിന് ഗുണമുണ്ടാകും, അതിലെന്തെങ്കിലും കുറവുകൾ പൊതുവെ പറയാമെന്നല്ലാതെ ഇനിയും കുറേയേറെ മാറ്റങ്ങൾ നമ്മുടെ ചില വകുപ്പുകൾക്ക് ഇനിയും വരാനുണ്ട്. ഞങ്ങളുടെ ഈ സണ്ണി കമ്മിറ്റി ശുപാർശകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കുറേയേറെ മാറ്റങ്ങൾ വരാനുണ്ട്. പരമാവധി സിംപ്ലിഫൈ ചെയ്യുന്നതിനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ 15 ഏക്കർ കൂടുതൽ ലാൻഡ് കൈവശം വയ്ക്കാൻ നിലവിൽ പാടില്ല. 15 ഏക്കർ കൂടുതൽ വയ്ക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ എക്സംഷൻ ക്ലോസ് നിയമത്തിലുണ്ട്. പക്ഷേ അത് സങ്കീർണ്ണമായിരുന്നു. വ്യവസായങ്ങൾക്ക് ചിലപ്പോൾ 20 ഏക്കർ വേണ്ടി വരും, 30 ഏക്കർ വേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ മെഡിക്കൽ കോളേജ് തുടങ്ങാൻ വേണ്ടി വരും. അതാണ് പിന്നീട് ക്യാബിനറ്റ് തന്നെ അതാത് വകുപ്പ് മന്ത്രിമാരും പിന്നീട് റവന്യൂ മന്ത്രിയും ഉദ്യോഗസ്ഥരും ചേരുന്ന കമ്മിറ്റിക്ക് ഒരു ഏക്കറിന് അഡീഷണൽ വരുന്ന ഒരു ഏക്കറിന് 10 കോടി ഇൻവെസ്റ്റ്മെൻറ്റും 20 തൊഴിലും ഉണ്ടെങ്കിൽ അത് മന്ത്രിതല കമ്മിറ്റിക്ക് ആ മാനദണ്ഡം വെച്ച് എക്സംഷൻ കൊടുക്കാം എന്ന് തീരുമാനമെടുത്തു. നമ്മുടെ ഒരാൾ ഈ തീരുമാനം കാണിച്ചിട്ട് പണ്ട് ഇതിനു വേണ്ടിയാണെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം അദ്ദേഹം തന്നെ എന്നെ കാണാൻ പോകുന്നു, ഇതിന് മാറ്റം വരുത്തേണ്ട. ഞാൻ ചോദിച്ചു, നിങ്ങൾ അന്ന് കാണിച്ച ഓർഡർ ഒന്ന് വായിച്ചു നോക്ക്. നിങ്ങളിപ്പോൾ കൊണ്ടുവന്നത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി എടുത്തൊരു ഓർഡറാണ് നിങ്ങൾ എന്തോ പ്രശ്നമാണെന്ന് പറഞ്ഞ് അവതരിപ്പിച്ചത്. അപ്പോൾ അത് അന്ന് വായിച്ച് നോക്കിയിരുന്നെങ്കിൽ നമുക്ക് ഇത്തരം കുഴപ്പങ്ങൾ വരില്ലായിരുന്നു. ഈ ഗവൺമെൻറ് പൊതുവായാണ് തീരുമാനം എടുക്കുന്നത്. സിംപ്ലിഫൈ ചെയ്യുകയാണ് പ്രധാനം. എല്ലാം ട്രാൻസ്പെറൻ്റ് ആകണം, സിംപ്ലിഫൈ ചെയ്യണം. ഇപ്പോഴത്തെ ചട്ടങ്ങൾ അതിന് സഹായകരമായിരിക്കും. ഈ ഘട്ടത്തിലും ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്, വിവാദങ്ങളുടെ വലിയ ഇത് കൊടുക്കുന്നതിന് മുൻപ് പ്രശ്നത്തെക്കുറിച്ച് പഠിക്കുകയും ഈ സബ്മിറ്റ് മടക്കുന്ന സന്ദർഭത്തിൽ അപ്പോൾ ആളുകൾ വിചാരിക്കുമോ ഈ ചട്ടം മാറ്റിയിട്ടും വലിയ കാര്യം ഉണ്ടാകാൻ പോവില്ല. ചട്ടം മാറ്റിയതൊരു പോസിറ്റീവായിട്ടാണല്ലോ വരേണ്ടത്. ചട്ടങ്ങൾ മാറ്റുന്നു, പൊതുവെ വ്യവസായങ്ങൾക്ക് സൗഹൃദമായ രൂപത്തിൽ ചട്ടങ്ങൾ മാറുന്നു എന്നൊരു വാർത്ത വരുന്നത് വളരെ പോസിറ്റീവാകുന്നൊരു അന്തരീക്ഷമാകണം. അവന് പകരം ഇതാ തർക്കം വരുന്നു, പുതിയ പ്രശ്നം വരുന്നു എന്ന് വരുമ്പോൾ ഇവരിവിടെ വന്നിട്ട് തുടങ്ങിയാലും ഇത് കുഴപ്പമാവോ, ഞങ്ങൾ അപകടത്തിൽ പെടുമോ എന്ന ചിന്ത ഉണ്ടാകാൻ പാടില്ല. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്കിത് കഴിഞ്ഞാലും വിശദമായി തന്നെ ചർച്ച ചെയ്യാവുന്നതാണ്.